കാന്തല്ലൂരിൽ നിന്നും തിരികെ മൂന്നാറിലേക്ക് വരുന്ന വഴി ഗുണ്ടുമല എത്തിയപ്പോൾ, അതായത് മൂന്നാർ ഉദുമൽപേട്ട റോഡിൽ ഗുണ്ടുമല എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളെ വണ്ടി എത്തിയപ്പോൾ ഒരു ബാൻഡിന്റെ ശബ്ദം കേട്ട് വണ്ടി നിർത്തി മെല്ലെ ചുറ്റുപാടും കണ്ണോടിച്ചപ്പോഴാണ് ഈ അതിമനോഹരമായ കാഴ്ച കണ്ടത്. ഒന്നും പറയാനില്ല, അതിമനോഹരമാണ്. അവിടുത്തെ ആ ഒരു ലാൻഡ്സ്കേപ്പ് തന്നെ മതി. അതിന്റെ ഒത്ത നടുവിൽ നിന്നൊരു ബാൻഡ് സംഘം പ്രാക്ടീസ് നടത്തുക, എന്താ അല്ലേ? അടിപൊളി കാഴ്ചയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. കാന്തല്ലൂരിൽ നിന്ന് തിരികെ മൂന്നാറിലേക്ക് വരുന്ന വഴിക്കുള്ള വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത് ഭ്രമരം എന്ന് പറയുന്ന കാന്തല്ലൂരിലെ അതിമനോഹരമായ ഒരു വ്യൂ പോയിന്റിൽ വെച്ചാണ്. ആ വ്യൂ പോയിന്റ് ഒക്കെ കണ്ടിട്ട് നേരെ തിരികെ മൂന്നാറിലേക്കുള്ള റൂട്ടിലേക്ക് തിരിച്ചു, നേരെ മറവിലേക്ക് തിരിച്ചു. അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടൊക്കെ മഞ്ഞു മൂടി കിടന്നതായിരുന്നു. ഇപ്പൊ എല്ലാം മഞ്ഞൊക്കെ മാറി നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിട്ടുണ്ട്. ഇത് കാന്തല്ലൂരിലെ ഒരു കൃഷിത്തോട്ടമാണ്. നല്ല പച്ചപ്പായിട്ട് കിടപ്പുണ്ട്, നല്ല രസമുള്ള കാഴ്ച. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കരിമ്പിൻ ജ്യൂസ്, അതായത് കരിമ്പിന്റെ ജ്യൂസ് എക്സ്ക്യൂസ് ചെയ്തെടുക്കുന്ന ഒരു ഫാക്ടറി, ഒരു സ്ഥലമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും കരിമ്പിൻ ജ്യൂസ് നമുക്ക് അവിടെ നിന്ന് വാങ്ങി കുടിക്കാം. അതിന് തൊട്ടപ്പുറമായിട്ട് തന്നെ മറയൂർ ശർക്കരയുടെ ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഫാക്ടറി ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഇതിലാ ശർക്കര ശരിയാക്കുന്നല്ലേ? ഇത് കരിമ്പ് എങ്ങനെ ചെയ്യുന്നതാണ്? ഇതിനകത്ത് കരിമ്പിന്റെ ജ്യൂസ് ഇതിനകത്ത് ഒഴിക്കും അല്ലേ? ശരി. എങ്ങനെയാ മറയൂർ ശർക്കര ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലായില്ല. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് സമയം പോയത് അറിഞ്ഞില്ല. കാരണം നമുക്ക് തിരികെ പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണാനുണ്ട്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ബൈക്ക് എടുത്ത് ഞങ്ങൾ യാത്ര തുടർന്നു. കാരണം നമ്മൾ ഇനി പോകുന്നത്, നമ്മൾ ഇങ്ങോട്ട് വന്നത് ഇരച്ചിൽപ്പാറ വാട്ടർഫാൾസ് ഒക്കെ കണ്ടിട്ട് തിരികെ വീണ്ടും ടൗൺ വഴിയായിരുന്നു വന്നത്. അതുകൊണ്ട് തന്നെ തിരികെ നമ്മൾ മറ്റൊരു വഴിയാണ് പോകുന്നത്. ഇവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞു പോയാലും ഇരച്ചിൽപ്പാറ വാട്ടർഫാൾസിലേക്ക് എത്താം. ഇതൊരു ഷോർട്ട് കട്ട് കൂടിയാണ്. തിരികെ പോകുമ്പോൾ ഒന്നുകിൽ നമുക്ക് പോകുന്ന വഴിക്ക് അതിലേ പോവാം, അല്ലെങ്കിൽ തിരികെ പോകുമ്പോൾ ഇതുവഴി പോകാം. ഏതായാലും ഇതും അതിമനോഹരമായ കാഴ്ചകളുള്ള ഒരു മേഖല തന്നെയാണ്. ഈ സീനറി കണ്ടില്ലേ? ചെറിയൊരു അരുവി അതിലേ കൂടി ഒഴുകുന്നുണ്ട്. ആ ലാൻഡ്സ്കേപ്പ് നോക്കി അതിമനോഹരമായ കാഴ്ചയാണ് അല്ലേ? ഒന്നും പറയാനില്ല. നല്ല നീലാകാശവും പച്ചക്കടലും പച്ച ഭൂമിയൊക്കെ ആയിട്ട് ചെറിയൊരു അരുവി അതിലേ കൂടി ഒഴുകുന്നുണ്ട്. ആ അരുവിയിൽ അവൻ്റെ ഹെൽമെറ്റിനകത്ത് ഫുള്ള് ചെളിയായി ബാഗിൽ തൂക്കിയിട്ടിട്ട്. അപ്പോൾ അത് കഴുകാൻ വേണ്ടിയാണ് ആശാൻ പോകുന്നത്. ഏതായാലും അതൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് കുറച്ചു നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, കാന്തല്ലൂരിൻ്റെ അതിരാവിലെയുള്ള ആ മഞ്ഞിൽ ഇങ്ങനെ മഞ്ഞിൽ പുതച്ചു നിൽക്കുന്ന കാന്തല്ലൂരിനെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. എങ്കിൽ ഇപ്പോൾ കാണുന്നത് വളരെ പ്രസന്നവതിയായ കാന്തല്ലൂരിനെയാണ്. അതായത് ഇരച്ചിൽപ്പാറ വാട്ടർഫാൾസ് ആണ്. നമ്മൾ രാവിലെ ഇവിടെ വരുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. വളരെ സൈലന്റ് ആയിട്ട് നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് സ്വസ്ഥമായിട്ട് നിന്ന് ഇതിന്റെ വീഡിയോ ഒക്കെ എടുത്തതാണ്. ഇന്നിപ്പോ ഇപ്പോഴത്തെ തിരക്ക് നോക്കെ, എന്തോരം ആളുകളാന്ന് നോക്കെ. അവധി ദിവസം ആയതുകൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പാസ് ചെയ്ത് നേരെ മറയൂര് ലക്ഷ്യമാക്കി പോയി. നമുക്കിനി പോകാനുള്ളത് മറയൂർ ടൗൺ വഴി മൂന്നാറിലേക്കാണ്. അപ്പോൾ ടൗൺ എത്തി. ഇനി അങ്ങോട്ട് മറയൂരിന്റെ പ്രസിദ്ധമായ ചന്ദനക്കാടുകളാണ് നമുക്ക് കടന്നു പോകാനുള്ളത്. മനോഹരമായ കാഴ്ചകളാണ് ചന്ദനക്കാടിൻ്റെത്. അപ്പോൾ ചന്ദനക്കാടിലേക്ക് എൻട്രി ആകുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് മ്ലാവുകളെ കണ്ടു. കുറച്ചെന്ന് പറയാൻ കഴിയില്ല, 2 അഡൽട്ടും ഒരു ചെറിയ മ്ലാവുമാണ് നമ്മൾ കണ്ടത്. സാമ്പാർ ഡിയർ എന്നറിയപ്പെടുന്ന ഇനത്തിൽപ്പെട്ട മാൻവർഗത്തിൽപ്പെട്ടതാണ് ഈ മ്ലാവുകൾ. ഇതാ കണ്ടു, ഒരു മ്ലാവ്, വലിയൊരു മ്ലാവും അതിനോടൊപ്പം ഒരു കുഞ്ഞു മ്ലാവ് ഇങ്ങനെ പയ്യെ നടന്നു വരുന്നുണ്ട്. ഒരു കുഞ്ഞു മ്ലാവും അതിനപ്പുറത്ത് വേറൊരു വലിയ മ്ലാവും. അങ്ങനെ മൊത്തം 3 മ്ലാവുകളെ ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചു. ഇന്ത്യയിലെ തന്നെ മികച്ച ചന്ദന മരങ്ങൾ ലഭിക്കുന്ന പ്രസിദ്ധമായ ചന്ദനക്കാടുകളിൽ ഒന്നാണ് മറയൂരിലേത്. 1460 ഹെക്ടറിലായിട്ട് വ്യാപിച്ചാണ് ഈ ചന്ദനക്കാടുകൾ നിൽക്കുന്നത്. അതിൻ്റെ ഒരു ഭംഗി അതിമനോഹരമാണ്. ഇതാ കണ്ടില്ലേ, ഇടതൂർന്ന് നിൽക്കുന്ന ചന്ദന മരങ്ങളുടെ ആ പച്ചപ്പും ഒന്നും പറയാനില്ല. അടിപൊളി കാഴ്ചയാണ് ഈ മറയൂർ ചന്ദനക്കാടുകളുടേത്.
പിന്നെ ശരിക്കും ഈ വീഡിയോ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കാന്തല്ലൂരിൽ നിന്നും മടങ്ങി വരുന്ന വീഡിയോ ആണിത്. 3 ദിവസത്തെ യാത്രയായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഞങ്ങൾ ആദ്യം മാമലക്കണ്ടം, അതേപോലെ തന്നെ ആനക്കുളം. മാമലക്കണ്ടത്ത് നിന്നാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. മാമലക്കണ്ടത്ത് പിന്നെ ഒരു ദിവസം ഫുള്ള് നമ്മൾ സ്പെൻഡ് ചെയ്തു. വൈകുന്നേരം ആനക്കുളത്ത് വന്ന് ആനക്കുളത്ത് ആനകൾ കുളിക്കുന്ന കാഴ്ചയൊക്കെ കണ്ടിട്ട് ആനക്കുളത്ത് സ്റ്റേ ചെയ്തു. പിറ്റേന്ന് രാവിലെ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറിലേക്ക് പോയി. അപ്പൊ ആ വീഡിയോകളൊക്കെ തന്നെ നമ്മൾ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കാണാത്ത ആളുകളുണ്ടെങ്കിൽ ആ വീഡിയോകളൊക്കെ മുഴുവനായിട്ട് കാണണമെന്നുകൂടി റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് ഒരു ഡെസ്റ്റിനേഷൻ ഇല്ല. നമ്മൾ കാന്തല്ലൂരിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. അങ്ങനെ വർത്താനം പറഞ്ഞിരുന്നത് നമ്മൾ അടിപൊളി ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അടുത്തെന്ന് പറയാൻ കഴിയില്ല, ഒരുപാട് അങ്ങ് അകലെയാണ്. അതിമനോഹരമായ ഒരു ലാൻഡ്സ്കേപ്പും മനോഹരമായ വ്യൂ ഒക്കെ ഉള്ളൊരു സ്ഥലത്ത് എത്തിയപ്പോൾ ബൈക്ക് നിർത്തി മെല്ലെ ഒന്ന് സൂം ചെയ്ത് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ്. വളരെ ഉയരത്തിൽ നിന്നാണ് ആ വെള്ളച്ചാട്ടം താഴേക്ക് പതിക്കുന്നത്. അതും വളരെ ദൂരത്തായിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഒന്നും പറയാനില്ല, മനോഹരമായ കാഴ്ചയായിരുന്നു അത്. പോകുന്ന വഴിക്കൊക്കെ തന്നെ ഇതേമാതിരിയുള്ള തേയിലത്തോട്ടങ്ങളും പച്ചപ്പ് നിറഞ്ഞ മലനിരകളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ അത്തരം കാഴ്ചകളാണ് ഇനി അങ്ങോട്ടുള്ള ഓരോ നിമിഷവും നിങ്ങളെ കാത്തിരിക്കുന്നത്. ഈ വ്യൂ കണ്ടോ? പണ്ടൊക്കെ നമ്മളെ ഈ നോട്ട്ബുക്കിന്റെ ഒക്കെ കവർ പേജിൽ ഇത്തരം ഫോട്ടോസൊക്കെ വരും. അതൊക്കെ വിദേശ രാജ്യങ്ങളിലുള്ള ഏതെങ്കിലും സ്ഥലത്തിൻ്റെതൊക്കെ ആയിരിക്കാം. പക്ഷേ ഇതൊക്കെ അതിനെയൊക്കെ തന്നെ കിടപിടിക്കുന്ന തരത്തിലുള്ള സൈറ്റ് സീനുകളാണ് നമുക്ക് ഈ കാന്തല്ലൂരിൽ നിന്ന് മൂന്നാറിലേക്ക് വരുന്ന വഴി നമ്മളെ കാത്തിരിക്കുന്നത്. അതേപോലെ തന്നെ മൂന്നാറിൽ നിന്ന് ഇനി ഗ്യാപ്പ് റോഡ് വഴി പോകുമ്പോൾ ഇതിലും മികച്ച കാഴ്ചകൾ ഇനിയും വരാനുണ്ട് എന്നുള്ളതാണ് വാസ്തവം. മസിനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര, അതാണല്ലോ ഇപ്പൊ ട്രെൻഡിങ്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ പശ്ചിമഘട്ട മലനിരകളുടെ സൗന്ദര്യവും ആ ഒരു കുളിർമയും ഒരു ഊട്ടിക്കും കൊടൈക്കനാലിനും കിട്ടുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരിക്കും നമ്മളതൊക്കെ ആസ്വദിച്ച് യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്കതൊക്കെ അനുഭവിക്കാൻ സാധിക്കും. നമ്മളൊരു 100-110 നേരെ മൂന്നാർ പോയിട്ട് തിരികെ വരുന്നതല്ല ഞാൻ ഈ പറയുന്നത്. പോകുന്ന വഴികളിലുള്ള കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ നമ്മളൊരു ഊട്ടിയിലും കൊടൈക്കനാലിലും പോകേണ്ട ആവശ്യമില്ല. നമ്മളെ പശ്ചിമഘട്ട മലനിരകൾ, അത് ഇടുക്കിയിലും അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലും അതോടൊപ്പം തന്നെ ഈ പശ്ചിമഘട്ട മലനിരകൾ നീണ്ടു നിവർന്നു നടക്കുന്ന ഏതൊരു ഡിസ്ട്രിക്റ്റിലൂടെ ആ നിരകളിലൂടെ യാത്ര ചെയ്താൽ നമുക്കത് അനുഭവിക്കാൻ സാധിക്കും എന്നതാണ് യാഥാർത്ഥ്യം. അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് മൂന്നാറിന്റെ ഗ്യാപ്പ് റോഡ് വഴിയുള്ള യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഈ കാണുന്ന കാഴ്ചകൾ. അതിമനോഹരമാണ് ഈ കാഴ്ചകൾ. നമ്മൾ കടന്നു വന്ന വഴികളാണ് വിദൂരതയിൽ നമ്മൾ കാണുന്നത്. മനോഹരമായ കാഴ്ചയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവധി ദിവസമായതുകൊണ്ടാണ് ആ തിരക്ക് അനുഭവപ്പെടുന്നത്. അതായത് കണ്ടില്ലേ എന്ത് പച്ചപ്പാണെന്ന് നോക്കെ, മനോഹരമായ കാഴ്ച, തേയിലത്തോട്ടങ്ങളും മലനിരകളും ഒക്കെ കൂടി. നമ്മൾ വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇങ്ങനെ രാവും പകലും ജോലി അല്ലെങ്കിൽ അത്തരം ബിസിനസ്, അത്തരം ടെൻഷനുകളിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഇടയ്ക്കൊരു യാത്ര ഇത്തരത്തിൽ വളരെ പ്രകൃതിയെ അടുത്തറിഞ്ഞ് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വളരെ സമയമെടുത്ത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ വേഗത്തിൽ അടിച്ചുവിട്ടൊരു ഡെസ്റ്റിനേഷനിൽ പോയി മടങ്ങി വരുന്നതല്ല യാത്ര, മറിച്ച് പോകുന്ന വഴിക്ക് ഉള്ള കാഴ്ചകളൊക്കെ തന്നെ സമയമെടുത്ത് കണ്ട് ആസ്വദിച്ച് പോകുമ്പോഴാണ് ആ യാത്ര മനോഹരമാകുന്നത്. അത്തരം യാത്രകൾ തീർച്ചയായിട്ടും നമ്മളുടെ മനസ്സിനെ ഒന്ന് റീഫ്രഷ് ആക്കും, നമ്മൾ ഒന്നുകൂടി പിന്നെ ഉന്മേഷഭരിതമാക്കും. തിരികെ നമ്മൾ പോയി നമ്മൾ ചെയ്യുന്ന ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ജോലി അല്ലെങ്കിൽ ആ ബിസിനസ് കുറച്ചും കൂടി മികച്ചതാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധമായ തർക്കവുമില്ല. അങ്ങനെ ഗ്യാപ്പ് റോഡിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ആ വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ നമുക്ക് ലഭിക്കുന്നത്. വളരെ ദൂരത്ത് നിന്നുള്ളൊരു കാഴ്ചയാണ്. മനോഹരമാണ് ആ വെള്ളച്ചാട്ടം. വളരെ ഉയരത്തിൽ നിന്ന് താഴേക്ക് റോഡ് ക്രോസ് ചെയ്ത് താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടം. എന്താ അല്ലേ?
വെള്ളച്ചാട്ടത്തിന് അടുത്തേക്ക് പോകുമ്പോഴാണ് അവിടുത്തെ തിരക്ക് കൂടുതൽ മനസ്സിലാവുന്നത്. നല്ല തിരക്കായിരുന്നു. ഒരുപാട് ആളുകൾ, സഞ്ചാരികൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും അതോടൊപ്പം തന്നെ അത് കണ്ട് ആസ്വദിക്കാനൊക്കെ ആയിട്ട് ധാരാളം പേര് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഇത് സൂര്യനെല്ലിയിലേക്ക് പോകുന്ന വഴിയാണ്. അതായത് നമ്മൾ കൊളുക്കുമല ട്രെക്കിങ്ങിനൊക്കെ പോകുന്ന വഴിയാണ് അത്. അവിടവും പാസ് ചെയ്ത് പോയപ്പോൾ മറ്റൊരു വ്യൂ പോയിന്റിൽ ഞങ്ങൾ വണ്ടി നിർത്തി. അവിടെ നിർത്തുമ്പോൾ നമുക്ക് ശരിക്കും ഈ ചുറ്റും കാണുന്നത് ഈ പറയപ്പെട്ട കൊളുക്കുമലയും അതോടൊപ്പം തന്നെ സിംഹപ്പാറയൊക്കെ തന്നെ നമുക്ക് വിദൂരതയിൽ കാണാൻ സാധിക്കും. ആ കാണുന്ന മഞ്ഞു മൂടിയ മലകളില്ലേ, അതാണ് കൊളുക്കുമലയും സിംഹപ്പാറയൊക്കെ ഈ കാണുന്ന മല നിരകളാണ്. അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് നമ്മൾ മനോഹരമായ മറ്റൊരു കാഴ്ച കാണുന്നത്. ആ തേയിലത്തോട്ടത്തിന് നടുവിലൊരു ഓറഞ്ച് മരം, അത് നിറയെ ഓറഞ്ച് ഇങ്ങനെ കായ്ച്ച് നിൽപ്പുണ്ട്, നല്ല പഴുത്ത ഓറഞ്ച്. ഇത്തരം കാഴ്ചകളൊക്കെ ഇറങ്ങി നിന്ന് കാണാതെ നമ്മൾ നേരെ പാഞ്ഞ് കീഞ്ഞ് മൂന്നാറിൽ എത്തിയിട്ട് മറ്റൊന്നും അവിടെ കാണാനില്ല. ഇതൊക്കെ തന്നെയാണ് മൂന്നാറിലേക്കുള്ള പ്രധാനപ്പെട്ട അട്രാക്ഷനും കാഴ്ചകളും. നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ട്, ആനയിറങ്കൽ ഡാമും പരിസര പ്രദേശങ്ങളും. അത് നമുക്ക് ഗ്യാപ്പ് റോഡിൽ നിന്നുകൊണ്ട് തന്നെ അതിന്റെ കാഴ്ചകളും വ്യൂ ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ആനയിറങ്കൽ ഡാമിന്റെ റിസർവോയറും പരിസര പ്രദേശങ്ങളുമാണ് നമ്മളിതായി ഈ കാണുന്നത്. മനോഹരമായ കാഴ്ചയാണ്. അവിടെ ബോട്ടിങ്ങിനൊക്കെ ഉള്ള ഫെസിലിറ്റീസ് ഉണ്ട്. കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്ക് എൻജോയ് ചെയ്യാനും എന്റർടൈൻ ചെയ്യാനും കഴിയുന്ന രീതിയിലുള്ള ചെറിയൊരു പാർക്കും അതിനോടനുബന്ധിച്ച് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആനപ്രേമികളുടെ ഇഷ്ടതാരമായ അരിക്കൊമ്പന്റെ ഒരു വികാര കേന്ദ്രമായിരുന്നു ഈ ആനയിറങ്കൽ ഡാം. ശരിക്കും ഈ ആനയിറങ്കൽ ഡാമിന് ആ പേര് വരാൻ കാരണം അത് തന്നെയാണ്. ആനത്താര ധാരാളമായുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ ആനയിറങ്കൽ ഡാമും പരിസര പ്രദേശങ്ങളും. അപ്പോൾ ഞങ്ങളുടെ 3 ദിവസത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നേരെ തിരികെ കൊല്ലത്തെത്തി. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.